സെക്രട്ടറി നയിക്കുന്ന വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി കൺവീനറായിട്ടുള്ള അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട്. അപ്പൊ കേരള നിയമസഭ നിയമത്തിലൂടെ പാസ്സാക്കിയ ഒന്നാണ് പുതിയ ഒന്ന് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനാകെ ഒരു മാറ്റം, അതിൽ നിയമസഭ പാസ്സാക്കി ഇന്ന് സംസ്ഥാനത്ത് നിലവിലുള്ള നിയമത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി കോ ചെയർമാനാണ് മുഖ്യമന്ത്രിക്കൊപ്പം, മറ്റ് മന്ത്രിമാർ വൈസ് ചെയർമാൻമാരാണ്. ഇതിൽ മുഖ്യമന്ത്രി ചെയർമാനും വ്യവസായ വകുപ്പ് മന്ത്രി ഉപാധ്യക്ഷനുമായിട്ടൊരു സമിതി. അപ്പൊ വ്യവസായ വകുപ്പ് മന്ത്രിയെ ഒന്ന് തരം താഴ്ത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്നല്ലാതെ നിലവിലുള്ള നിയമത്തെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അത് വ്യക്തമായ കാര്യമല്ല. അതേപോലെ തന്നെയാണ് MSMEകൾ 10,000 MSME പുതുതായിട്ട് ആരംഭിക്കും. അവന് 100 കോടി ചെലവഴിക്കും. അത് വേണ്ടത്ര കാഴ്ചപ്പാടോ ഇല്ലാതെയുള്ള പ്രഖ്യാപനമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ MSME മേഖല ശക്തിപ്പെട്ടു. അതിന്റെ ഭാഗമായി 2 പദ്ധതികൾ ഓൺഗോയിങ് ആണ്. ഒന്ന് മിഷൻ 1000, മറ്റൊന്ന് മിഷൻ 1 lakh. മിഷൻ 1000 ഏകദേശം 544 MSMEകൾ അവർ തെരഞ്ഞെടുത്ത് 100 കോടി ടേൺ ഓവർ ഉള്ളതാക്കി മാറ്റുന്ന പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ മിഷൻ 1 lakh എന്നുള്ളത് 1 ലക്ഷം MSMEകളെ 1 കോടി ടേൺ ഓവറുള്ള MSMEകളായിട്ട് ഉയർത്താനുള്ള പദ്ധതിയുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായി 10,000 MSMEകൾ 100 കോടി ചെലവഴിച്ച് ആരംഭിക്കലാണോ, അതോ ഈ പദ്ധതികൾക്ക് കൂടുതൽ ശക്തി മറുകിക്കൊണ്ട് നിലവിലുള്ള MSMEകളുടെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്കെയിലപ്പ് ചെയ്യാനുള്ള പദ്ധതി ആയിരുന്നു? അതാണ് കേരളത്തിലുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും ബഡ്ജറ്റിനകത്ത് കാണാൻ കഴിയുന്നില്ല. അതുപോലെ മൊത്തം അലോക്കേഷൻ നോക്കുമ്പോൾ ഏകദേശം 302 കോടി രൂപ കുറഞ്ഞിട്ടുണ്ട് വ്യവസായ മേഖലയെ സംബന്ധിച്ച്. ഐടിയും കൂടിയായിട്ട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ 400 കോടിയോളം കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വ്യവസായ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകും എന്ന് പറയുമ്പോൾ തന്നെ ഈ മാറ്റമുണ്ട്. പിന്നെ ജെൻസി ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് വിവരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ഉള്ളത് തന്നെയാണ്. അവർ സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രം കൊടുത്ത ഫണ്ടിനേക്കിടെ പകുതിയിൽ കുറവാണ് ഇപ്പോൾ മൊത്തം ടെക്നോളജിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത് കാണുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു സ്വകാര്യവൽക്കരണത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. പിന്നെ പൊതുമേഖല ഉൾപ്പെടെയുള്ള ലാൻഡ് പൂളിംഗ് ഉപയോഗിക്കും. അത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്തും ആ ലാൻഡ് നമ്മൾ പൂൾ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അതിൽ വളരെ കൃത്യമായിരുന്നു ഏത് പൊതുമേഖലയുടെ ലാൻഡാണ് ഉപയോഗിക്കുന്നത്, അതിൽ നിന്ന് ലഭിക്കുന്ന പണം ആ പൊതുമേഖലയുടെ ആധുനികവൽക്കരണത്തിന് ശക്തിപ്പെടുത്തലിനുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ട്രാക്കോ കേബിളിന്റെ സ്ഥലം ഇപ്പോൾ ഇൻഫോ പാർക്കിന് നൽകി, മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലത്തിന്റെ കൈമാറ്റം ലീസിലൂടെയൊക്കെ ലഭിക്കുന്ന പണം പൂർണ്ണമായിട്ടും ആ പൊതുമേഖലാ സ്ഥാപനത്തെ ശക്തിപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ആ കാഴ്ചപ്പാട് കാണുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും ആ പണം വിൽക്കുക, ഖജനാവിലേക്ക് മുതൽ കൂട്ടുക എന്ന ഒരു കാഴ്ചപ്പാടാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. പൊതുമേഖലയെക്കുറിച്ചുള്ള പൊതുവായ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ബജറ്റ് പ്രസംഗത്തിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ പൂർണ്ണമായും അതിനെ കൈയൊഴിയുന്ന ഒരു സമീപനമാണ് ഈ ബജറ്റിനകത്ത് പ്രതിഫലിക്കുന്നത്. അപ്പോൾ പ്രഖ്യാപനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യം, ഇപ്പോൾ കാഷ്യൂ ഒറ്റ ടൈം സെറ്റിൽമെന്റ് നടപ്പിലാക്കും. അത് കഴിഞ്ഞ 4 കൊല്ലമായിട്ടുള്ളതാണ്. ബാങ്കുകളുടെ OTS ഓരോ വർഷം പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. തൊഴിലാളികൾക്ക് പുതുതായി ഇൻകം സപ്പോർട്ട് സ്കീം നടപ്പിലാക്കും. അത് കേരളത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ പുതുക്കിയ ബജറ്റ് പ്രസംഗമാണെങ്കിലും ഇത് പുതിയത് എന്ന രൂപത്തിലാണ് പലതും അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ വിപണിയുടെ പകുതി പണം ഗവൺമെന്റ് വഹിക്കും. അതും നിലവിലുള്ള സ്കീം തന്നെയാണ്. അന്താരാഷ്ട്ര കമ്പോളത്തിലേക്ക് കയറെത്തിക്കും. ഇപ്പൊ തന്നെ വാൾമാർട്ട്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ഇവരേക്കെല്ലാം കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ആരംഭിച്ചിരുന്നു. അപ്പൊ ആ പദ്ധതികൾ തന്നെയാണ് പുതിയ പേരിട്ട് ആരംഭിച്ചിട്ടുള്ളത്. വ്യത്യാസം സ്വകാര്യവൽക്കരിക്കാൻ നോക്കുന്നു. പൊതുമേഖലയുടെ ഭൂമി മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അടിസ്ഥാന കാഴ്ചപ്പാട് മാറുന്നു. ലാൻഡ് പൂളിംഗ് വലിയൊരു കാഴ്ചപ്പാടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ ചട്ടം പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇൻഫോ പാർക്കിന്റെ 3ാമത്തെ സ്റ്റേജ് ലാൻഡ് പൂളിംഗ് വഴിയാണ് എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കാൻ 1000 കോടി രൂപ വായ്പ എടുക്കുന്നതിന് വേണ്ടി കിൻഫ്രയ്ക്ക് കഴിഞ്ഞ ബജറ്റിനകത്ത് അനുമതി നൽകിയിട്ടുണ്ട്. ഈ ബജറ്റ് പ്രസംഗത്തിനകത്ത് അത് കാണുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യവസായ മേഖല ശക്തിപ്പെടുത്താനുള്ള ആ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ എന്നാണ് വ്യക്തമാക്കേണ്ടത്. ഇതാണ് പൊതുവെ ഈ ബജറ്റിൽ വ്യവസായ മേഖലയെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.